ന്യൂയോർക്ക് സമയം രാത്രി 8 മണി. ഇവിടെ നിന്ന് ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ ഇടാവുന്നൊരു പേരാണ്. പക്ഷേ നമുക്കതിൽ ഈ പറയുന്ന തമാശയൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ തിങ്കളാഴ്ച രാത്രി 10:30 കഴിഞ്ഞു. നാളെ ചൊവ്വാഴ്ച രാത്രി 8 മണിയുടെ കാര്യമാണ് പറയുന്നത്. ഈസ്റ്റേൺ ടൈം എന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ DC-യും ന്യൂയോർക്കും ഈ മേഖലയിലുള്ള സമയം. നേരെ മറിച്ച് കാലിഫോർണിയയിൽ 3 മണിക്കൂർ പിന്നോട്ടാണ്, ചിക്കാഗോയിൽ 1 മണിക്കൂർ പിന്നോട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ സമയത്തിൻ്റെ വ്യത്യാസമുണ്ട് അമേരിക്കയിൽ പല ടൈം സോണുകൾ. അപ്പോൾ ഈ ഈസ്റ്റേൺ ടൈമിൽ വാഷിങ്ടണും ന്യൂയോർക്കും ഒക്കെ വരുന്ന ആ സമയമാണ് 8 മണി. ആ 8 മണി ആകുമ്പോൾ അതിനകം ഹോർമൂസ് കടലിടുക്ക് തുറക്കണം, അല്ലെങ്കിൽ ഇറാൻ ഒരു കരാറിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ സർവനാശം എന്നാണ്, നരകം എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാനിൽ അവിടുത്തെ ഏറ്റവും വലിയ പാലം, ഏറ്റവും ഉയരത്തിലുള്ള പാലം തകർത്തുകൊണ്ട് അമേരിക്കയുടെ ശക്തി കാണിച്ചു. അതിനുശേഷം അവിടെ കുടുങ്ങിപ്പോയ ഒരു സൈനികനെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, ആ രാജ്യത്ത് കുടുങ്ങിപ്പോയ ഒരു സൈനികനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക എല്ലാ തരത്തിലുമുള്ള ആ മേൽക്കൈ കാണിക്കുകയാണ് ചെയ്തത്. ബുദ്ധിപരമായിട്ടും സൈനികപരമായിട്ടും ഏതെല്ലാം രീതിയിൽ ഒരു രാജ്യത്തിന് മുന്നേറാമോ ആ രീതിയിലെല്ലാം. അപ്പോൾ അത് ആ അവസരം മുതലാക്കാനായിട്ട് ഇറാന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ടത് കണക്കാക്കാമെന്ന് തോന്നുന്നു. ആ ഒരു സൈനികൻ, താഴെ വീണ ഒരു സൈനികനെ പിടിച്ചെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതെല്ലാം യുദ്ധരംഗത്തെ കാര്യം. ഇപ്പം നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ഒരു കരാറുണ്ടാകാതെ വന്നാൽ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് നാളെ എങ്ങനെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്, ഒരുവിധപ്പെട്ട എല്ലാവർക്കും. കാരണം ഈ യുദ്ധത്തിൽ ഈ പാലങ്ങൾ, യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പവർ പ്ലാന്റ്, ഈ ഡാമുകൾ, ഇങ്ങനെയുള്ളതൊക്കെ പോയി ആക്രമിച്ചാൽ, അല്ലെ തകർത്ത് കളഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഗതി എന്താവും? അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. യുദ്ധരംഗത്ത് സൈനികർ പട്ടാളക്കാരുമായിട്ട് അല്ലെങ്കിൽ പട്ടാള കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കാവൂ എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ലോ. അതിന്നിപ്പം ഐക്യരാഷ്ട്രസഭ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സിവിലിയൻ കേന്ദ്രങ്ങളിലും സിവിലിയൻ്റെ ആവശ്യപ്പെട്ട കാര്യങ്ങളിലും അതെല്ലാം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. അത് യുദ്ധക്കുറ്റമാണോ എന്ന് ചോദിച്ചപ്പോൾ അത് യുദ്ധക്കുറ്റമാണോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് പറഞ്ഞത്. അപ്പോൾ യുദ്ധക്കുറ്റമാണെന്നാണ് അല്ലാത്തവരൊക്കെ പറയുന്നത്. ഈ യുദ്ധം നടക്കുമ്പോൾ ആ സൈനിക കേന്ദ്രങ്ങൾ, അല്ലെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലാതെ സിവിലിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആക്രമണം നടത്താൻ പാടില്ല എന്നൊരു തത്വശാസ്ത്രമുണ്ട്, വളരെ കാലമായിട്ടുള്ള തത്വശാസ്ത്രം. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഈ പ്രസിഡന്റ് ട്രംപ് മാത്രമല്ല സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സെത്തും പറയുന്നത്. ഈ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല. ഇവിടെ ഇപ്പം യുദ്ധത്തിൻ്റെ സമയമാണ്. യുദ്ധത്തിൽ എവരിതിങ് ഈസ് റൈറ്റ്. യുദ്ധവും പ്രേമത്തിനും യുദ്ധത്തിനും എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. മൈറ്റ് ഈസ് റൈറ്റ്. ശക്തിയാണ് റൈറ്റ്, അതാണ് ശരി, അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുക എന്നുള്ള രീതി. അപ്പോൾ അത് ഭാവിയിലേക്കൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളുണ്ടാക്കി. നമുക്കറിയാം, അമേരിക്ക പോലെ ഏറ്റവും വലിയ ശക്തി അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ വരുമ്പോൾ ചെറിയ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കും ഇത് അനുകരിക്കാം. ചെറിയ ചെറിയ രാജ്യങ്ങളെ പിടിച്ചെടുക്കാനോ അല്ലെ അവരെ ആക്രമിക്കാനോ ഒക്കെ ഇതേ സിദ്ധാന്തം തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ലോകത്തിലെല്ലാം ഒരു അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയും ഒക്കെ ഉണ്ടാക്കാൻ അത് കാരണമാകും. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ഇതിനിടയിലാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ എഫ് കൂട്ടിയുള്ള പരാമർശവും, അതുപോലെ തന്നെ ഈ എല്ലാം തകർത്തുകളെയും, അതുപോലെ തന്നെ എന്നിട്ട് അൽഹംദുലില്ലാഹ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ആ പ്രയോഗം, ദൈവം അനുഗ്രഹിക്കട്ടെന്നോ മറ്റോ അങ്ങനെ ഉള്ളൊരു പ്രയോഗവും. അപ്പോൾ അതെല്ലാം കൂടി ആളുകളെ പ്രകോപിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തൊക്കെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമായിട്ടാണ് പലരും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഇതിനും വഷളായ രീതിയിലാണ് ഇറാനിൽ നിന്നുള്ള മറുപടി നമ്മൾ കാണുന്നത്. അല്ല, ഹോർമൂസിൻ്റെ താക്കോലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു, നിങ്ങൾ ഇവിടുത്തെ പവർ പ്ലാന്റ് എല്ലാം കൂടി തകർത്ത് കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള സകല പവർ പ്ലാന്റുകളും തകർക്കും. ആ ഒരു ടോണിലാണ് അവരുടെ സംസാരം. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഈ യുദ്ധത്തിൽ തോറ്റു നിൽക്കുന്ന അല്ലെങ്കിൽ തോക്കാൻ പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പുറമേ പറയുന്നതാകാം, ഒരുപക്ഷെ ഉള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാവാം.
ബുദ്ധിയുള്ളവരും ബോധമുള്ളവരും അവിടെയും ഉണ്ടല്ലോ. ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനുശേഷം പിന്നീടൊരു കരാറുണ്ടായിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഒരു കരാറുണ്ടാവുകയും ഈ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ, മനുഷ്യൻ കൊല്ലപ്പെടാതിരിക്കുന്നതിനുള്ള അവസരങ്ങൾ അതുണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ഇറാൻ ജനത വാസ്തവം പറഞ്ഞാൽ ഇത് അർഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇങ്ങനെ ഒരു ഭരണകൂടത്തെ അവർ കയറ്റിവെച്ചു, അതിൻ്റെ ഭീകരതകൾ അവർ അനുഭവിച്ചു. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതിന് അവർക്കൊരു ഭരണകൂടത്തിന് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു ഭരണകൂടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ യാതൊരു ദയയും അർഹിക്കുന്നവരല്ല അവർ. അപ്പോൾ അവരോട് ആ രീതിയിലാണ് ഇസ്രായേലൊക്കെ പെരുമാറുന്നത്. ഈ നേതാക്കന്മാർ, അവിടുത്തെ നേതാക്കന്മാരെല്ലാം ഒന്നിനൊന്നിനെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വലിയ വർത്തമാനമൊക്കെ പറയുന്നവർ നാളെ എന്താണ് അവർക്ക് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഒരു ഒത്തുതീർപ്പും ഒരു സൗഹൃദപരമായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് അതിന് മാത്രമുള്ളൊരു സുബുദ്ധി പിന്നെ ഈ ഇറാനിലുള്ള നേതാക്കന്മാർ, ഇപ്പോൾ അവശേഷിക്കുന്ന നേതാക്കന്മാരൊക്കെ കാണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇറാൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി. ഈ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അമേരിക്ക പോയി അവിടെ ആക്രമിച്ച് എല്ലാം തകർത്ത് കളഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഈ നമ്മൾ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ ഒരു ലോകക്രമമുണ്ട്, ആ ഇൻ്റർനാഷണൽ ലോയും മറ്റും, അതെല്ലാം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഈ ലോകം പിന്നെ ഒരു നാശത്തിൻ്റെ ഒരു പാതയിലേക്ക് പോകാതെ ഈ വീണ്ടും ഒരു മനുഷ്യത്വത്തിൻ്റെയും പിന്നെ നിയമവാഴ്ചയുടെയും ഒരു ലോകത്തിലേക്ക് മടങ്ങി വരട്ടെ. അതിന് ഇപ്പോൾ വഴി കാട്ടേണ്ടത്, ഇപ്പോൾ സുബുദ്ധി കാണിക്കേണ്ടത് ഇറാനാണ്. കാരണം അവർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ മുഴുവനായിട്ട് കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആരാണ് അവിടെ തീരുമാനം എടുക്കാനുള്ളത്? തീരുമാനം എടുക്കാനുള്ളവരെല്ലാവരും തന്നെ ചത്തു കഴിഞ്ഞു. പിന്നെയുള്ളവർക്ക് തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവർക്ക് അതിനുള്ള അധികാരമോ അതിനുള്ള ജനപിന്തുണയോ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെയുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും മനുഷ്യന് എങ്ങനെ വന്നാലും കൊല്ലപ്പെടുന്നതും വിഷമിക്കുന്നതും മനുഷ്യരാണ്. അപ്പം മനുഷ്യർ ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് ഒരു സുഖവുമില്ല. അപ്പോൾ അത് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഇപ്പം നമ്മളെക്കൊണ്ട് ഒന്നും കഴിയുകയില്ലല്ലോ.